ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കപ്പ ബിരിയാണി നമ്മൾ നട്ട കപ്പ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇന്ന് ഇടുന്നത്. കപ്പ ഇത് നമ്മൾ പച്ചക്കറിയും പയറെല്ലാം നടുമ്പോൾ ഇങ്ങനെ നമ്മൾ വെറുതെ കുത്തിവെച്ച കപ്പയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് വേരിറങ്ങിയിട്ടുണ്ടേനു. അത് പറിച്ചിട്ട് കപ്പ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച്. ഒരു 2-3 പറിക്കുമ്പം തന്നെ നമുക്ക് ഒരു കപ്പ പുഴുക്കിനുള്ള കപ്പ കിട്ടും. ഇതിനകത്ത് നിന്ന് ഇപ്പം 3-4 കപ്പ കിട്ടിയിട്ടുണ്ട്. ഇതും അങ്ങനെ നമ്മൾ പയറിനെല്ലാം കുത്തിവെച്ചേനെ. അപ്പോൾ അതിനകത്തുനിന്ന് വേരിറങ്ങിയിട്ട് കപ്പ വളർന്നു വന്നിട്ടാണ്. അങ്ങനെ ഇത്ര കപ്പ കിട്ടിയിട്ടുണ്ട്. ഒരു 2-2.5 കിലോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാം. നമുക്കിതിനെ കൊണ്ട് കപ്പ ബിരിയാണി ആക്കാം. ഈ മീൻകുളം അന്ന് കുട്ടികൾ പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ചെറിയൊരു കുളം പോലെ ആക്കിയതാണ്. അതിനകത്ത് കുറച്ച് ഗപ്പികളും മോളിയെല്ലാം ഇട്ടിട്ടുണ്ടേനു. അതിപ്പം കുറേ വിരിഞ്ഞ് ഇത്രയായിട്ടുണ്ട്. കപ്പയെല്ലാം നുറുക്കി വെച്ച് പിന്നെ ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി കഴുകിയ കപ്പ കുറച്ച് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുന്ന കപ്പക്ക് ആദ്യം തന്നെ വേവിക്കുമ്പോൾ ഉപ്പിടണമെന്നില്ല. കുറച്ച് വെന്തിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ പാത്രം എടുത്തരം ചെറുതായിപ്പോയിന്. പിന്നെ ഇതിനകത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. വേറെ പാത്രം മാറ്റിയിട്ടില്ല. ഇനി ബീഫിൻ്റെ എല്ല് വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയെല്ലാം കൂടിയിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് പിന്നെ കഴുകി വെച്ച എല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ബീഫ് മസാല, മഞ്ഞൾപ്പൊടി
നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് എണ്ണയും കൂടി വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് തിരുമ്മിയെടുക്കണം. പിന്നെ അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇത് വേവാൻ കുറച്ച് സമയമെടുക്കും. അതിനാവശ്യമുള്ള അടി കരിഞ്ഞു പോകാണ്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നു. കപ്പ നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട്. നല്ല കപ്പയാണ്. ഇപ്പോൾ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. കപ്പേൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി കളയണം. ഞാനിപ്പോൾ ഈ അരിപ്പയിലാണ് എന്ത് ഊറ്റാനും എടുക്കുന്നത്. കാരണം നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഊറ്റി എടുക്കാൻ പറ്റും. ഈ കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. കാരണം ബീഫും കൂടി ഇട്ട് ഇളക്കുമ്പോൾ കുറച്ച് കൂടുതലായിപ്പോവും അല്ലെങ്കിൽ ഉപ്പ്. കപ്പ നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് ഈ പരുവത്തിലാക്കി. കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ബീഫ് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് കുറച്ചെന്തെങ്കിലും കാടെല്ലാം പറിച്ചിട്ട് നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ചീരയും ഈ ടയറിലെല്ലാം ആദ്യം ചീര നട്ടേന്ന് അതുപോലെ ഇപ്പോൾ ചീര നടാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചു. ചീരയും പയറെല്ലാം കുറച്ച് നടാനുണ്ട്. ഇനി ഈ കവറെല്ലാം കഴിഞ്ഞ കൊല്ലം നമ്മൾ വഴുതനങ്ങയും കാരാപ്പീരിയെല്ലാം നട്ട കവറാണ്. അതിപ്പോൾ കാലി കവറായതുകൊണ്ട് അതെല്ലാം ഒന്ന് മണ്ണ് കുത്തി ഇളക്കിയിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയെല്ലാം കൂടി എക്സ്ട്രാ ഇട്ടിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനത്തെ കവർ മേടിച്ചാൽ നമുക്ക് 2-3 കൊല്ലം ഇതന്നെ ഉപയോഗിക്കാൻ പറ്റും. വേറെ വളമെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. മണ്ണും കുറച്ച് മണ്ണെല്ലാം ഇട്ട് പുതിയതാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വളമെല്ലാം ഇട്ട് കൊടുത്താൽ ഇതുപോലെ നമുക്ക് പച്ചമുളകും കാന്താരിയെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും. പിന്നെ ആ പണി കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചെടിയെല്ലാം കുറച്ച് ഹാങ്ങിങ് ചെടികളെല്ലാം മഴ നനയാത്തടുത്ത് വെള്ളമെല്ലാം ഒഴിക്കാൻ പോയി. മത്തങ്ങ, വെണ്ടക്ക, പിന്നെ വെണ്ടക്കുരുണ്ട്, പയർ. പിന്നെ കുറച്ച് ചീര അവിടെയെല്ലാം പാകിയിട്ടുണ്ട്. അതിനും കുറച്ച് മണ്ണെല്ലാം ശരിയാക്കി ഇളക്കി കൊടുത്ത് ഇതെല്ലാം നട്ടെല്ലാം ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറി അടുപ്പത്തുനിന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറോളം എടുക്കും നമ്മൾ അടുപ്പത്ത് ബീഫിൻ്റെ എല്ല് വെച്ചാൽ. അപ്പോൾ ആ സമയത്താണ് ഇതെല്ലാം ചെയ്തത്.
ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി പൊടിച്ചിരുന്നു. നമ്മൾ ബീഫ് കറിയും പിന്നെ കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ കപ്പ ബിരിയാണി ഇപ്പോൾ റെഡിയാകും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.